എന്നാ സീതയുടെ അങ്ങ് എന്നും സന്തോഷത്തോടെ അവഴ് കഴിയുന്നത്. ഞാൻ 1-ാം തീയതി കയറട്ടെ, അടിപൊളിയായിരിക്കും. എന്നും വഴക്കായിരിക്കും. ഭയങ്കര സ്നേഹമാണ് അവിടെ. നന്ദുവായാലും കണ്ണനായാലും സീതയും കൂടെ ഒരു വഴക്കുമില്ല. അവിടെ ഭയങ്കര സ്നേഹമായിട്ടിരിക്കുക. ഞാൻ 1-ാം തീയതി കയറാമെങ്കിൽ എല്ലാം തരിപ്പണമാവും. എന്താ പറയുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊക്കെ ബുക്കിനകത്തോട്ട് എഴുതാം. പേനായില്ലയോ? കുടുംബത്തെ എല്ലാ വീട്ടിലും സമാധാനമാണ്. എങ്ങും അടിയും ബഹളവും ഒന്നുമില്ലെണ്ണ. ഞാൻ ചെന്ന് കേറാം. ഞാൻ ചെന്ന് കേറിയട്ടെ മൊത്തം അങ്ങ് കലക്കാം. മിക്ക വീട്ടുകളിലും സമാധാനമാണ്. 1-ാം തീയതി ആകുമ്പോൾ ഞാനങ്ങ് ഇറങ്ങാം. എന്താ പറയുന്നത്? അപ്പൊ ഓക്കെ. അപ്പൊ സ്മിതയുടെ വീട്. പിന്നെ അടുത്തത് ഷീജയൊക്കെ ഒന്ന് വിളിക്കാം. ഷീജയൊക്കെയും ബിന്ദുവും കൂടെ ഭയങ്കര അടിയാ. ഇപ്പൊ ഒരു വഴക്കുമില്ലെണ്ണ. അതും ഒന്ന് തിരക്കാം. 2 വർഷം മുമ്പ് ഷീജക്കയുടെ കമ്മൽ മേടിച്ച് ബിന്ദു വെച്ചതാ. ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല. ഷീജയൊക്കെ അത് മറന്നുപോയി. ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്താ പറയുന്നത്? ഇങ്ങനൊന്നും കാണിക്കാവുന്ന നല്ലോണം സംസാരിക്കേ. അപ്പം 2-ാമത്തെ ഷീജ. 3 കിന്നാരി. KSFിലെ പൈസ കൊടുത്തിട്ടേക്കുവാ, അവിടെ പിടിച്ചിട്ടേക്കുവാന്നാ പറഞ്ഞേക്കുന്നത്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഇളക്കാം. അവർ അച്ഛനോട് വിളിച്ചെന്ന് പറയാം. പൈസ ഇവിടെ കൈ കിട്ടുന്ന പൈസ എന്തോടുക്കുക, പൈസ ഒന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊന്ന് ഇളക്കാം. മതിയോ? നമുക്ക് ഇവിടെ എത്ര അടുത്തൊന്ന് വിളിച്ച് എന്റെ കൂടെ നിക്കണേ. സമയത്ത് മാറില്ലേ അവര് പറയുമ്പോ. അവള് മനഃപൂർവ്വം ചെയ്തതാണെന്നൊന്നും പറയരുത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഷീജയൊക്കെ വിളിക്കാം. ഫോൺ എന്ത് ചെയ്യേ? ചെസ്റ്റ് നമ്പർ 1. നമുക്ക് സ്മിതയെ വിളിക്കാം ആദ്യം. ഓക്കെ. എന്തോ പറയുന്നറിയാം. ഹലോ സിതേ മോളെ, ഞാൻ 1-ാം തീയതി കയറാൻ വരാം അവിടെ മോളെ. ഇപ്രാവശ്യം നിങ്ങൾ ആരാണ്ടേ അല്ലേ വിളിച്ച് കയറ്റുന്നത്? ഞാൻ വരാം മോനെ. അടിപൊളി അടി മോളെ. ഞാൻ വന്ന് കയറാമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ശാന്തി സമാധാനം ഒക്കെ കിട്ടും മോളെ. പിന്നെ ഗോപാലിന് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവും മോളെ. ഗൾഫിലെ സത്യം മാനേജരായിട്ടും ഒക്കെ കിട്ടും, പ്രമോഷനൊക്കെ കിട്ടും. കണ്ണമോനും ജോലി കിട്ടും. നന്ദുവിന് ഏറ്റവും നല്ല ജോലിയായിരിക്കും. നിങ്ങൾ സന്തോഷത്തോടെ കഴിയും മോളെ. ഒരു വഴക്കോ ഒന്നുമില്ലാതെ, ധനനഷ്ടം ഒന്നും വരാതെ, ധനലാഭവും എല്ലാം ഉണ്ടാക്കി ഞാൻ തരാം. ഞാൻ 1-ാം തീയതി കയറാം അവിടെ മോളെ. പൈസ കൂമ്പാരമാവും. പൈസ കൂമ്പാരമാവും. എന്നിട്ട് അണ്ണൻ തന്നെ പറയുന്നടി എന്നോട് അങ്ങനെ പറയാനെന്ന്. എന്താ പറയുന്നത്? ഓക്കെ ആണോ? സമ്പൽ സമൃദ്ധിയും എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യമുള്ള ഒരു ജീവിതം അവിടെ. ഒരു വഴക്കും ഒന്നും കാണത്തില്ല മോളെ. ശരി മോളെ, ഞാൻ വരാവടി 1-ാം തീയതി. ഓക്കെ. മുടിക്കണം. എവിടെ അവര് കിടന്ന് അടി കിട്ടുള്ളൂ. ഞാൻ 1-ാം തീയതി കയറട്ടെ. അങ്ങനെ കൊള്ളത്തിൽ. അടുത്ത ആരെയാ? ഷീജയൊക്കെ എന്തൊരു കമ്മല് പണയം വെച്ചിട്ട് ബിന്ദു എടുത്ത് തന്നില്ല. എറിപ്പിക്കാം. ആദ്യമേ സന്തോഷത്തോടെ സംസാരിക്കാം. അണ്ണൻ ആദ്യമേ ഒന്ന് സംസാരിച്ച് ഷീജ കുഞ്ഞമ്മ ശൈലജ വിളിക്കുന്നെന്ന് പറ. ഞാൻ അവിടെ നിന്ന് ഡയറി ചെയ്ത് തരാം. ഹലോ, ഷീജ കുഞ്ഞമ്മയാണോ? ഒരുപാട് ദിവസമായല്ലേ ഫോണൊക്കെ ചെയ്തിട്ട്. ശൈലമ്മ ഏതാണ്ട് സ്വപ്നം കണ്ടെന്ന് പറയുന്നത്. ചോദിക്കട്ടെ, അങ്ങോട്ട് കൊടുക്കാൻ ഫോണ് കേട്ടോ. എന്നാ ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടായിരുന്നൊക്കെ. അക്കയ്ക്ക് സുഖമാണോ? കുഴപ്പമൊന്നുമില്ലേ അവിടെ? ഞാൻ സ്വപ്നം കണ്ടതൊക്കെ ആ ബിന്ദു ഇല്ലായിരുന്നോ? ബിന്ദു അങ്ങാണ്ട് അക്കയുടെ പിന്നെ വളയോ കമ്മലോ ഏതാണ്ട് എടുത്ത് പണയം വെച്ചില്ലായിരുന്നു. ഞാൻ എന്തുവാന്ന് സ്വപ്നത്തിലല്ലയോ ഒക്കെ കണ്ട, എന്തുവാന്ന് ഓർക്കാൻ വയ്യ. കമ്മലാണോ വള? ഞാൻ പറഞ്ഞായിരുന്നോ അണ്ണനോട് വല്ലോ? എന്തുവാന്നൊക്കെ എന്തോ സ്വപ്നത്തിൽ കണ്ട്. കമ്മലാണോ എന്തുവാന്ന് ഒക്കെ അത് അക്കയ്ക്ക് എടുത്തു തന്നോക്കെ. ഇല്ലയോ? അപ്പൊ ശരിയായല്ലോ ഞാൻ സ്വപ്നം കണ്ടത്. അക്ക ചോദിക്കണോ? ഒക്കെ അങ്ങനെ അങ്ങ് ഇവിടെ ഇരുന്ന. അയ്യോ, അക്ക മറന്നുപോയായിരുന്നു. ഷീജയൊക്കെ അങ്ങ് മറന്നുപോയെന്ന് വെച്ച കാര്യം. ഒക്കെ വിടരുതൊക്കെ. അക്ക മെടിയിലൊക്കെ അത് പണയം വെച്ച സാധനം എടുത്തു തരാൻ പറ. ഇപ്പൊ സ്വർണ്ണത്തിനൊക്കെ എന്തോ ഒരു വിലയാന്നറിയാവോ? ഒക്കെ എന്താ കാണിക്കുവോ ഇത്? അക്കയ്ക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. ഇനി അന്നേരം ഞാൻ മേടിച്ചോ. ഞാൻ ബിന്ദുവിനെ വിളിച്ച് സംസാരിക്കാം. അതുപോലെ ചിലപ്പോൾ ഈ അടുത്ത സമയത്ത് ഇനി സ്വർണ്ണത്തിനൊക്കെ വില കുറയും. ഇനിയും കുറയും. അന്നേരം പിന്നെ ഡിമാൻഡ് ഒക്കെ കുറയും. അതിന് നല്ലത് അക്ക ഇപ്പൊ ഉള്ളപ്പോ എടുത്ത് വിൽക്ക്. മേടിയിരിങ്ങി. അക്കയ്ക്ക് വേണ്ടെങ്കിൽ ഇനി അന്നേരം ഞാൻ എടുത്തോളാം. എന്താ സ്നേഹമൊക്കെ വേണം, പക്ഷെ ഇങ്ങനൊന്നും ആവരുത്. എൻ്റെ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മുതലല്ലേ അവൾക്ക് കൊടുത്തത്. അവൾക്കൊരാവശ്യം വന്നപ്പോൾ. ഇപ്പൊ 2-3 വർഷമായില്ലേ അവൾ എടുത്തു തന്നോ? അക്ക തന്നെ പറ.
ഞാൻ ചിറ്റപ്പനോട് പറയാം അല്ലെങ്കിൽ. മേടിക്ക് സ്വർണ്ണം നമുക്ക് മേടിക്കാം. മേടിച്ച് ഫർണസി കെട്ടിയിട്ട് ഉരുക്കാം. നാളെ വിളിക്കാവുന്നു. എന്താ പറയുന്നത്? ഓക്കെ ആണോ? ഓക്കെ വിളിക്കുമല്ലോ. അല്ലെ ഞാൻ ചിറ്റപ്പനോട് പറഞ്ഞു കൊടുക്കും, ഉറപ്പാ. ആ ശരി. പിന്നെ സുഖമാണോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലേ? അപ്പൊ അവിടെയും പൊട്ടി. ശരിയൊക്കെ ഓക്കെ. അടിപൊളി. കഴിഞ്ഞ ആഴ്ചയില് ഷീജക്കുഞ്ഞമ്മയോട് ഞാൻ ചോദിച്ചു, അക്ക എനിക്ക് 1 ഗ്രാമെങ്കിലും താ, ഒന്ന് പണയം വെക്കാൻ. അന്നേരം തന്നില്ല. അപ്പൊ ഇവർക്ക് ഇതൊക്കെ തന്നെ വേണമെന്നാ, കൊടുക്കരുത് ബിന്ദു എടുത്ത്. ആഹാ ആ ചുമ്മാ ഞാൻ എർപ്പിച്ചു. അതേമേ ബിന്ദു കൊടുക്കല്ലേ ഭഗവാൻ. നല്ല സ്നേഹത്തോടെ നിന്നിട്ടേ 4 പവൻ മേടിച്ച് പണയം വെക്കണം, എന്നിട്ട് കൊടുക്കരുത് അണ്ണ. ആ എന്താ പറയുന്നത്? ചുറ്റിക്കളിയാക്കാം. ഉണ്ണിക്കുട്ടന്റെ കല്യാണത്തിന് തരാമെന്നും പറഞ്ഞിട്ട് മേടിക്കണമല്ല, കൊടുക്കരുത്. ആ അവർക്ക് കൊടുക്കാമെങ്കിൽ പിന്നെ എന്താ എനിക്ക് തന്നാല്? ആ മേടിച്ചു. അണ്ണൻ പിന്നെ കാല് മാറരുത്. കാലൊന്നും മാറത്തില്ല, കൈ മാറത്തില്ല. അപ്പൊ അടുത്ത ഇനി ആരെയാ? കിന്നാരിയെ. ലിങ്കായിട്ട് പിന്നെ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് കിന്നാരിയെ വിളിക്കുക. കിന്നാരിയെ വിളിച്ചിട്ട് അഭിനേഷ് ചിട്ടിയുണ്ട്, ചിട്ടി പൈസ പിടിച്ചിട്ട് ഇവൻ എന്തോ കൊടുക്കുവാന്ന് അറിയണ്ടായോ? കിന്നാരി ഇളക്കണം. അഭിനേഷും കിന്നാരിയുടെ അടി കിട്ടുള്ളൂ. എന്താ പറയുന്നത്? സമയമായത് അമ്മടെ. അയ്യോ ഉറപ്പാ. കിന്നാരി വിളിക്കട്ടെ? എന്ത് ചെയ്യുന്ന കിന്നാരി? അവളെടുക്കത്തില്ല എപ്പം വിളിച്ചാലും. അവള് നമ്മുടെ കോളൊക്കെ വിളിച്ചാൽ അവളെടുക്കുവോ? ബെല്ലടിക്കുന്നുണ്ട്. ഓഫീസിലാന്നാ പറയുന്നത്. ഓഫീസിൽ ഇവിടെ തിരക്കായിരുന്നു. അവൾക്ക് ബാക്കിയുള്ളവരുടെ എല്ലാവരും വിളിക്കാനും എടുക്കാനും എല്ലാം അവൾക്ക് സമയമുണ്ട്. നമ്മളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഓ കുഞ്ഞ് ശൈലാമ്മ, ഓ എന്താ കാണുമ്പോഴേ അവള് കോള് കട്ട് ചെയ്യും. ഒരു സൗന്ദര്യമൊന്നും ഇല്ലല്ലോ നമുക്കൊന്നും. വെളുത്തിരിക്കുക വയ്ക്കുന്നവരെയൊക്കെ മതി അവൾക്ക്. വെളുത്തവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വിളിക്കുമ്പോൾ അഥവാ വിളിച്ചാലും അവൾ പറയും ബെല്ലടിക്കുവാണ്, എടുക്കുന്നില്ല. ഒക്കെ എനിക്ക് ബിസിയാ, വെക്ക്. വേറെ ആരെങ്കിലും വിളിച്ചാൽ 1.5 മണിക്കൂർ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിന്റെ സ്വഭാവം അവർക്കറിയാം. ആ മോളെ കിന്നാരിയാന്നോ മോനെ? എന്തോ ഉണ്ടടി മോളെ വിശേഷം? മോന്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോൻ എന്തൊരു സ്നേഹമാടി. എന്നോട് എന്തൊരു സ്നേഹമാ മോക്ക്. ആക്കയ്ക്കും അങ്ങനെ ആടി മോനെ. ഞാനും അടുത്തിരിപ്പുണ്ട് കേട്ടോ. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളെ. മോളെ കാര്യം ഇങ്ങോട്ട് പറയുമായിരുന്നു. ഇവിടേക്ക് എന്താ മോള് വരാത്തത്? ഇവിടൊക്കെ വന്ന് നിക്കടി 2 ദിവസം. അമ്മമാരെ കൂടെ കൊണ്ടുവരാൻ പറ. ഋഷിക്കുട്ടനെ കൊണ്ടുവന്നാ മതി, പൊന്നാച്ചിയെ കൊണ്ടുവരണ്ടാന്ന്. ആ പിന്നെ അക്ക ഒരു കാര്യം പറയാൻ വിളിച്ചതാ മോനെ. ആ അഭിനേഷ് പിന്നെ ചിട്ടിപ്പൈസ പിടിച്ചിട്ടേക്കുമല്ലയോ? അവൻ എന്തോയിനെങ്കിലും തരുന്നുണ്ട്. എത്ര കൊല്ലമായോ ചിട്ടിപ്പൈസ അവിടെ FD ഇട്ടിട്ട്? നീ ചോദിക്കുമ്പോൾ അവൻ പറയത്തില്ല അവിടെ കിടന്നോട്ടെ, പലിശ ഉൾപ്പെടെ അവിടെ കിടക്കുവോ, എടുക്കണ്ട, നമുക്ക് നല്ലൊരു തുക കിട്ടുമെന്ന്. അവനെങ്ങാണ്ട് എടുത്ത് ആർക്കെങ്കിലും കൊടുത്തു കാണുകൂടി പെണ്ണെ. നീ ആ പൈസ ചോദിയിരടി അവനോട്. ചുമ്മാതെ കുഞ്ഞു കളിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. കിന്നാരി അബിയുടെ അനിയന്റെ കല്യാണം വല്ലതും ആയോ? ഒന്നും ആയില്ലയോ? അവൻ എന്താ ആകാനാ, കയ്യിലിരിപ്പ് അതുപോലത്തെയാ. ഇവനൊക്കെ എവിടുന്ന് പെണ്ണ് കൊടുക്കാനാടി പെണ്ണ്? പിന്നെ അനിയത്തിയുടെ പിന്നെ പഠിത്തക്കാരിയോ? ഓ മോളെ ബാംഗ്ലൂർ അങ്ങ് വിട്ട് പഠിപ്പിക്കണ്ട. നിനക്ക് എന്താ അവിടെ അങ്ങ് വിടണ്ട, എല്ലാം ഇതായിപ്പോത്തേ ഉള്ളു. വിടണ്ട അടി കിന്നാരി. നിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം എല്ലാം എടുത്ത് പഠിക്കാൻ വിടാൻ അതും വേണ്ടി എടുത്തിട്ട് പിന്നെ സ്വർണ്ണം ഒന്നും തരത്തില്ല. ഞാൻ പറഞ്ഞേക്കാം, ലക്ഷങ്ങൾ വേണം അവിടെ പഠിപ്പിക്കുന്നതിന്. വിടരുത്, പുള്ളിമാരെ ഒന്നും വിടരുത്. അഹങ്കാരമുള്ള പെൺപിള്ളാരായത്. എല്ലാവരെയും കൂടെ അല്ല പറഞ്ഞു, ഇവിടെ കാര്യമാണ് പറഞ്ഞത്. അഭിനേഷിൻ്റെ അനിയത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. നീ കൊടുക്കരുതടി. ഓ കിന്നാരിയുടെ സ്വർണ്ണമൊക്കെ ചോദിച്ചെന്ന്. കൊടുക്കരുതടി മോളെ. കല്യാണത്തിനും ചോദിച്ചോ? ഓ കല്യാണത്തിന് അങ്ങോട്ട് കൊടുക്കാൻ താലിമാലയൊക്കെ കൊടുക്കരുതടി മോളെ, കൊടുക്കരുത്. ഈ പെണ്ണെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും തിരിച്ചു കിട്ടത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. കൊടുക്കണ്ട മോളെ, കൊടുക്കരുത്. ശരി വെക്കുവാണോ? എന്താടി? ഓ അങ്ങോട്ട് കോള് വരുന്നെന്ന് കിന്നാരിക്ക്. ശരി ഓക്കെ. ഓ നമ്മളങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾക്ക് കോള് വരുന്നു. ഇത്രയും കോള് വരാവോ? നമ്മളെന്തോ പാവങ്ങളായിട്ടാണ് നമ്മളോട് അങ്ങനെ അവള് പറയുന്നത്. അവൾക്ക് കോള് വരുന്നെന്ന്. ചുമ്മാതോ? അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. പിന്നെ എന്റെ സൗണ്ട് എന്താ? ഇപ്പൊ പൊട്ടാമസിനെ കൂട്ടിരിക്കുവാന്നു. എന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അവൾക്ക് മനസ്സിലായെന്ന്. വിടരുത്. അവളെ വിടരുത്. എന്നെ പഠിക്കാൻ അന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം വിട്ടില്ല. എവിടെങ്കിലും പഠിക്കാൻ വിടാൻ പറഞ്ഞപ്പോ അപ്പം അവളും പോണ്ട. അതിന് നീ 10 ചെയ്യണ്ടേ? ചുമ്മാ അവിടെ മാങ്ങായി നിന്നുകൊണ്ട് അവിടെ എല്ലാം നടക്കുമല്ലായിരുന്നു. പഠിച്ചവരൊക്കെ അവിടെ ഓരോ ജോലി കിട്ടി ബാങ്കിൽ പിന്നെ ഉപ്പും പരട്ടിക്കൊണ്ട് മാങ്ങായും. 10ാം ക്ലാസ്സും ജയിച്ച് എല്ലാം ജയിച്ച് പ്രീ ഡിഗ്രിക്ക് വരെ പോയി. അത് കഴിഞ്ഞ് ടൈപ്പും ഷോർട്ട് ഹാൻഡ് എല്ലാം പഠിച്ചതാ. എനിക്ക്
ബാങ്കിലൊക്കെ ജോലി കിട്ടിയതാ. ആ അച്ചാർ കൊണ്ട് കൊടുക്കുന്നു. ഇതെങ്ങനെ അണ്ണൻ അറിഞ്ഞു? അയ്യോടാ, ഇതൊക്കെ നമ്മൾ കാണുന്നില്ല. അച്ചാർ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എന്താ അച്ചാർ കൊടുത്താൽ ജോലി അല്ലയോ? അതെന്താ ജോലി? അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കാം ഇവിടെ. നിന്നെ 10 തോറ്റ നിന്നെ അവിടെ ആരാ മാനേജരാക്കുന്നു? എന്തെങ്കിലും വേണ്ട, അവിടെ തൂക്കാൻ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നല്ലോ എനിക്ക്. അതുവരെ കിട്ടിയത് എന്തെല്ലാം കിട്ടിയതെന്നറിയാവോ? എന്നിട്ട് എല്ലാം വേണ്ടാന്ന് വെച്ച്. വേണ്ടാന്ന് വെച്ച്. ഇനി എവിടെ ഉണ്ടെന്നാ വിളിക്കാൻ? ആരെങ്കിലും ഉണ്ടോ? തെറിപ്പിച്ചു കൊടുക്കായിരുന്നു. പലരും ഉണ്ടോ ഇനി? നീ എന്റെ അറിവിലാരും ഇല്ല, എല്ലാരും പുറപ്പിച്ച് വെച്ചിരിക്കും. എന്റെ പൊന്നച്ചോ, രാവുമായിരിക്കും ഇല്ലയോ? ഇന്നത്തേക്ക് ഇത് മതി. എങ്ങനെയുണ്ടോ നോക്കാം. ഇനി സ്മിതയുടെ അങ്ങ് 1-ാം തീയതി കയറാൻ പോകും. നാളെ മറ്റന്നാളെ കണ്ട 1-ാം തീയതി, മീനമാസം 1. ഓ അണ്ണാ, സ്നേഹയെ കൂടെ വിളിക്കാം. സ്നേഹയുടെ കല്യാണത്തിന് സ്വർണ്ണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. ആരെ വീട്ടിലോട്ട് കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇവിടെ വെക്കാൻ പറയാം, നമ്മളെ ഏൽപ്പിക്കാൻ പറയാം. സ്നേഹയെ കൂടെ വിളിക്കട്ടെ? ഇവിടെ ആകുമ്പോഴേ ആ ചാട്ടങ്ങ് പൂർത്തിയാകത്തുള്ളൂ. കുറച്ച് നമുക്കും അടിച്ചു മാറ്റാം. നോക്കട്ടെ. സ്നേഹ സ്നേഹ സ്നേഹമോളെ, എന്തോ ഉണ്ട് വിശേഷം? എന്താ പറയുന്നത്? ഇന്നങ്ങ് വിരുന്നിന് പോയില്ലയോ? മാമനും അടുത്തിരിപ്പുണ്ട് കേട്ടോ. മാമനടുത്തുണ്ട്. മോള് വിരുന്നിനൊക്കെ പോയില്ലേ? ഇന്ന് പോയില്ല ഞങ്ങൾ വിരുന്നിന്. ഇന്നലെ ഉണ്ടായിരുന്നു. മാമി ഒരു കാര്യം ചോദിക്കട്ടെ? മോന്റെ സ്വർണ്ണമെല്ലാം എന്തിയാ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയത്? അങ്ങോട്ടങ്ങ് ചെറുക്കൻ്റെ വീട്ടിലൊന്നും കൊടുക്കരുത് കേട്ടോ. ഇവിടെ വെച്ചേക്കണം. മോന് വീട്ടിൽ സൂക്ഷിക്കാൻ പോയി മാമി സൂക്ഷിച്ചോളാം. 10-75 പവനില്ലേ, മഞ്ഞു കൊണ്ടുപോരാ മോന്. മാമി നോക്കിക്കോളാം. കൊടുക്കരുത്. പണയം വെക്കാൻ ചോദിച്ചു. പണയം വെക്കാൻ ചോദിച്ചെന്ന്. കൊടുക്കണ്ട. മാമൻ പറയുന്നത് കൊടുക്കരുതെന്ന്. മാമനെ ഏൽപ്പിച്ചേക്കാനെന്ന്. കടക്കകത്ത് വെക്കാനായിരിക്കും. ലുലുമാളി വെക്കാനായിരിക്കും. എന്തായാലും മോൻ കൊടുക്കണ്ട സ്വർണ്ണമൊന്നും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടതാ. കൊടുക്കരുത്. അയ്യോ, കേൾക്കുന്നുണ്ടോ മോളെ? ആരണ്ട് വരുന്നെന്നോ? ശരി. ഓക്കെ. ആരണ്ട് വരുന്നെന്ന് കേൾക്കാൻ അങ്ങോട്ട്. മതി ഇല്ലയോ? ഇത്രയൊക്കെ മതി, എല്ലാം കുളമായി കാണുമായിരിക്കും. എന്റെ പൊന്നച്ചോ, പ്രാവുമായിരിക്കും. അണ്ണനാ ഇതിനെല്ലാം കാരണം. ഞാനെന്തോ എന്തായാലും മനസ്സിനൊരു സന്തോഷമുണ്ട്. ഇവരെ ഇത്രയും പേരെ അങ്ങോട്ട് പിരിപ്പിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട്. അടിയിടട്ടെ. എങ്ങനെയുണ്ട്? ഞാനൊരു കാര്യം, ഞാൻ അവിടെ ഇല്ല, ഇപ്പൊ വിളിച്ചിടത്തെല്ലാം ചെന്ന് ഞാനും ഒന്ന് ഏർപ്പിക്കാം. എന്തിനു? ഇനി അങ്ങോട്ടൊന്നും വേണ്ട, അവരെ അടി വന്ന് വിടും. പോണ്ട, ഏർപ്പിക്കാം. നമ്മുടെ ഭാര്യ സന്തോഷം. അടിപൊളിയായി. എന്തായാലും ഏർപ്പിച്ച് അടിപൊളി. സൂപ്പർ. നിങ്ങൾക്ക് നാണോ ഇല്ലയോ? എന്തുമാത്രം പ്രശ്നം ഈ കുടുംബത്തിൽ ഉണ്ടാക്കുന്നേ? വെളിയിലൊക്കെ ഭയങ്കര യുദ്ധം നടക്കും. നിങ്ങൾ കുടുംബത്തിൽ നിങ്ങളെ പോലെ യുദ്ധം ഉണ്ടാക്കുന്നവരൊന്നും ഇല്ല. ബോംബിട്ടാൽ പിന്നെ അത് നിർജീവമാക്കാം. നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്ന വിഷമൊക്കെ അവരുടെ മനസ്സിരുന്ന് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. കൂടുതൽ പൊട്ടിക്കല്ലേ, ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചില്ലയോ? അതിനും വലിയ വിഷം. അമ്മ ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ തവണ ഒരു ചേട്ടനും ചേച്ചിയും വിളിച്ചു, കുടുംബത്തിലെ പേര് പറയുന്നില്ല, ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി വിളിച്ചതാ. അവരും ഡൈവേഴ്സായി. നിങ്ങൾ ആ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തതാ. കുടുംബത്തിൽ നിങ്ങളുടെ മൂത്ത ആങ്ങള ചെവുക്കലിന് അടിച്ചില്ല. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ ആണുങ്ങളാകുമ്പോൾ പെൺപിള്ളാരുടെ ചെവുക്കലിനൊക്കെ അടിക്കും, കുഴപ്പമില്ലെന്ന്. ആ ചേച്ചി ആ ഭർത്താവ് പൊടിയെന്നൊന്ന് വിളിച്ചല്ലേ അമ്മ എരുതി എണ്ണ വെച്ചു കൊടുത്തേ. ഒരു കുടുംബം അതാ അച്ഛന്റെ ജീവിതത്തിൽ പോലും ഇപ്പൊ ആരും മിണ്ടുന്നില്ല അമ്മ വന്നതിന് ശേഷം. എന്തിനാ എന്നെ ഇങ്ങനെ ഒറ്റ കൊടുക്കുന്നത്? എന്റെ കൂടെ നിന്നിട്ടല്ലേ. രാവിലെ ഇന്നിക്ക് തന്നെ ഇന്ന് ഏത് കുടുംബത്തിൽ വിളിച്ച് അവിടുത്തെ സമാധാനം എന്നെ രാവിലെ മുതൽ എന്നെ പറഞ്ഞു എറിപ്പിച്ചതാ. അച്ഛന് എല്ലാരെയും വിളിക്കണം, ഇന്ന് ഇതെല്ലാം പറയണോന്നൊക്കെ പറഞ്ഞു കൊടുത്തതാ മോനെ. അമ്മ ഒന്നും ചെയ്ത് ഞാൻ ആരെയും വിളിച്ചില്ലടാ, സത്യമായിട്ട് വന്നേ. മോന് തോന്നിയതാ, ഞങ്ങള് ഫോൺ പോലും എടുത്തില്ല. ആറ്റം ബോംബിനെക്കാട്ടിലും വിഷമോ നിങ്ങൾ ഇരിക്കുക. ഏതൊരു വീട്ടിൽ ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് പറയണം. 1-ാം തീയതി സീതയുടെ വീട്ടിൽ പോയില്ലയോ അവിടെ പ്രശ്നം ഉണ്ടാക്കാനാ. നിങ്ങളുടെ കാല് കുത്തി അവിടെ മുടിയോന്ന് ഉറപ്പ്, എന്നിട്ട് നിങ്ങളങ്ങ് നടക്കുക. ഇത് കണ്ടോ, ഒരു വീട്ടിൽ വെറുതെ വിഷയം ഉണ്ടാക്കുക. മോനെ അമ്മ ആരെയും വിളിച്ചില്ലടാ. ഈ ചെറുക്കൻ ചുമ്മാതെ അവിടെ നിന്നുകൊണ്ട് പറയുമായിരുന്നു മോനെ ഞങ്ങൾ ആരാണ്ടെയൊക്കെ വിളിച്ചെറുപ്പിച്ചെന്ന്. എന്നവിടെ 1-ാം തീയതി അവിടെ എല്ലാം മുടിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും രണ്ട് പറഞ്ഞിട്ടു
രണ്ടെണ്ണം കണക്കാ. നിങ്ങളൊക്കെ കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. നിങ്ങളുടെ ആണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാ. ആ ഞങ്ങൾ രണ്ടുപേരും ഒന്നാ. പിന്നെ ആ ഓ ഉള്ള വീടുകളിലെല്ലാം വിളിച്ച് ഓരോ പിന്നെ ഞങ്ങൾ എന്താ പറഞ്ഞു? അവിടെ ഇവിടെ വഴക്കുണ്ടാക്കും. ഞങ്ങൾക്ക് ഒരു നല്ല ആലോചന വരുമോ നിങ്ങളൊക്കെ കാരണം? പിന്നെ ആലോചനയോ? ഒരു നല്ല ആലോചന വന്നാൽ നിങ്ങൾ രണ്ടരയും വെച്ച് കുറിച്ച് തിരക്കിയ ഈ ഉളുന്തി പോലെ ആരും നല്ലത് പറയത്തില്ല. അതെന്താ അങ്ങനെ രണ്ടെണ്ണം രാവിലെ ഇറങ്ങും ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കാന്. കളിപ്പിച്ചു പാർട്ടി മായാവിക്കാരെ ഡാഗിനി മറ്റേ പെണ്ണുമ്പിളേം പോലെ ഉണ്ട്. കേട്ടോ നമ്മൾ ആരെയെങ്കിലും വിളിച്ചോണ്ടാ? അവരുടെ തൊഴിലാ. ആ നുണച്ചിയുടെ വീട്ടിൽ നിന്നാണോ ചോദിക്കും. അതെ. ഇപ്പൊ ഒരു കൊറിയർ വന്ന മറ്റേ ഒരു അവരറിയാതെ ചോദിക്കുന്ന നുണച്ചി ശൈലിയുടെ 4 വീടിന് അപ്പുറം. പിന്നെ ഞാനൊക്കെ ശൈല വന്നത് രണ്ടെണ്ണം കൂടെ. ഞങ്ങൾ ആരെയും വിളിച്ചില്ല. രണ്ടെണ്ണത്തിനോടുകൂടെ മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി വിടുന്നതാണ്. ചുമ്മാ അവിടെ പറയുന്നത് അവിടെ കലഹം ഉണ്ടാക്കുന്ന, അവർക്ക് എരിവ് കയറ്റുന്ന, അവരുടെ ഇത് കയറ്റുന്ന. മോനെ ഒന്നാമത് യുദ്ധം നടക്കും. ഞങ്ങള് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാ മോനെ, ആർക്കും ഒന്നും വരുത്തല്ലേന്ന്. മെനങ്ങാന്ന് ദുബായിൽ അവിടെ യുദ്ധം നടക്കുന്നു. ആ മറ്റേ ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കുക ചിട്ടി പൈസ അയക്കുന്നില്ലേ എന്ന്. യുദ്ധം നടക്കുന്നവർ അതിനെന്തിനാ വിളിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ചിട്ടി പൈസ അന്വേഷിക്കുന്നു. അവൻ മോശമല്ലേ ആ പുള്ളിയെ വിളിച്ചിട്ട് ചിട്ടി പൈസ ചോദിച്ചത്? അപ്പൊ പൈസ മാത്രം മതി. രണ്ട് അവരുടെ ഭാര്യയെ വിളിച്ചിട്ടാ. അച്ഛൻ അവിടെ ആയിരുന്നെങ്കിലും ഇപ്പൊ അച്ഛനും പറഞ്ഞു പൈസ ലേശം കുറവുണ്ട് 25,000 രൂപ. അല്ല എന്നിട്ട് ആ പുള്ളിക്കാരന്റെ വൈഫിനെ വിളിച്ചിട്ടാ മോളെ ഇതൊന്നും പേടിക്കരുത്, ഇതെല്ലാം മാറും, ഇൻഷുറൻസ് എടുത്താൽ മതി, ലൈഫ് ഇൻഷുറൻസ് ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, അതിന്റെ ഫോം അയച്ചിട്ടെ ചോദിക്കുക. ഈ പറഞ്ഞൊക്കെ ശരിയാണോ? അത് എടുക്കും. ഞങ്ങളൊന്നും പറയാൻ എന്തൊക്കെ ഞങ്ങളാണ്. പോട്ടെ നമ്മള് കുറെ കണ്ടത് ഈ ഇടവൊക്കെ. ഒരാളെ കൂടെ വിളിക്കാം. അതാര് നിന്റെ അച്ഛനെ?